നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. സ്വർണ്ണവില എല്ലാ റെക്കോർഡുകളും ഭേദിച്ചു മുന്നേറുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില ഔൺസിന് $4000 ആയേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും പവന് വില 1 ലക്ഷത്തിലേക്ക് എത്താൻ അധിക കാലമെടുക്കില്ല. വിവാഹ സീസൺ അടുത്തു വരുന്ന ഈ സമയത്ത് സ്വർണ്ണവിലയിലെ കുതിപ്പ് കുടുംബങ്ങളിൽ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിൻ്റെ കാലത്ത് സ്വർണ്ണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായാണ് വിലയിരുത്തുന്നത്. സ്വർണ്ണവില കുതിച്ചുയരുന്നത് സാമ്പത്തിക മേഖലയെ എങ്ങനെ ബാധിക്കും? സമീപ ഭാവിയിൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടോ? ഈ അവസരത്തിൽ സ്വർണ്ണ നിക്ഷേപം സുരക്ഷിതമാണോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധയും ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റിയുമായ പ്രൊഫസർ എൽ അനിതകുമാരി, ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ, മൈഫിൻ റിസർച്ച് ഹെഡ് സൂരജ് നായർ എന്നിവർ. ആദ്യം ശ്രീമതി അനിതകുമാരി, സ്വർണ്ണവിലയിലെ നിലവിലെ വർധനവിന് കാരണമാകുന്ന പ്രധാന മാക്രോ ഇക്കണോമിക് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം ഈ അന്താരാഷ്ട്ര മേഖലയിലുള്ള ഈ ഒരു അനിശ്ചിതത്വം തന്നെയാണ്. വാറുണ്ട്, അതോടൊപ്പം തന്നെ ട്രേഡ് വാറും മാത്രമല്ല ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് ബാക്കിയുള്ള ഘടകങ്ങളെ കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഡോളറിന്റെ ഒക്കെ ഒരു ഡിപ്രീസിയേഷൻ വരുന്ന ഒരു കാലഘട്ടം. അപ്പൊ ജനങ്ങൾക്ക് പൊതുവെ ഈ ഒരു ഗോൾഡിലാണ് ഒരു സുരക്ഷ നിക്ഷേപം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. അതിന്റെ കാരണം നമുക്ക് പറയാമെങ്കിൽ നേരത്തെ, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പേ നമ്മുടെ ഈ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് നിലനിന്നിരുന്ന ഒരു കാലത്ത് അന്നും അനിശ്ചിതത്വമായിരുന്നു. മറ്റൊരു നിക്ഷേപത്തിലോട്ടും ജനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും കൂടുതലും ആ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഗോൾഡിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഡോളറിന്റെ ആ ഒരു പ്രാമാണിത്വം ഉണ്ടാവുകയും കൂടുതൽ ആൾക്കാർ ഡോളർ എക്സ്ചേഞ്ച് ആ രീതിയിലോട്ട് വരികയും ചെയ്തു. പക്ഷെ എങ്കിലും ഇത്രയും ഒരു വോളറ്റിലിറ്റി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആൾക്കാരെല്ലാം ആശങ്കയിലാണ്. കുടുംബങ്ങളായാലും ശരി, അല്ലാതെയുള്ള നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണെങ്കിലും ശരി. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ ഡോളർ വാങ്ങുന്നതിനേക്കാൾ ഗോൾഡിലേക്കുള്ളൊരു നിക്ഷേപം കൂട്ടാനുള്ളൊരു ശ്രമം നടക്കുകയാണ്. ബോണ്ടായാലും ശരി, അതുപോലെ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും, ഈവൻ പ്രൊഫഷണൽസ് ആണെങ്കിലും മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പം കൂടുതൽ സിപ്പും മറ്റു രീതിയിലും ഗോൾഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡിന്റെ ഒരു അനിശ്ചിതാവസ്ഥ തന്നെ ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കുന്നതിനോടൊപ്പം അതിന്റെ ഒരു വാല്യൂ ജനങ്ങൾ മനസ്സിലാക്കുകയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് എവിടോട്ട് ചെന്ന് നിൽക്കുമെന്നുള്ളതിന് ഒരു ഇതും കാണുന്നില്ല. കാരണം പല പല ഏജൻസികൾ, ഇപ്പൊ സ്റ്റാൻലി മോർഗൻ ആണെങ്കിലും ശരി, മറ്റുള്ള റേറ്റിംഗ് ഏജൻസികളൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഡിസംബറോടുകൂടി അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി മാത്രമേ ഈ പറയുന്ന ഒരു $4000 എത്തും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉള്ളായിരുന്നു. പക്ഷെ അതിപ്പോ എത്തിക്കഴിഞ്ഞു. ഇനി ഇത് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മാസത്തിലാണ് ഒരു വർധന വരിക, അല്ലെന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പം, ഒരു വർഷം കൂടുമ്പം. കഴിഞ്ഞ ഒരു കുറെ വർഷത്തെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ലാസ്റ്റ് 10 yearsൽ ഒരു 15% വർധനവേ വർഷം തോറും ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു 1-2 മാസം കൊണ്ട് ഇതിന്റെ വർധനം എന്ന് പറയുന്ന ഒരു 40% കൂടുതൽ വന്നിരിക്കുക. അപ്പൊ ഇത് എങ്ങോട്ട് പോകും, എവിടെ നിൽക്കും എന്നുള്ളതിനൊന്നും ഒരു പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സാഹചര്യം ഉണ്ടല്ലോ, ഈ അന്താരാഷ്ട്ര പ്രശ്നങ്ങളും മറ്റ് സാങ്കേതിക തടസ്സമുണ്ട്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അബ്ദുൾ നാസർ, വിവാഹ സീസൺ അടുത്തു വരുന്നു. സ്വർണം വില കുറയാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര വരെ എത്തും?
എല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്, സ്വർണ്ണവില കുറയുമോ എന്നുള്ളത്. സ്വർണ്ണവില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറയാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എല്ലാവരും ഒരു തിരുത്തൽ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ആ തിരുത്തൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വിലവർധനമാണ്. സ്വർണം എന്ന് പറയുന്നത് നേരത്തെ ഒരു 10 വർഷത്തിന് മുമ്പുള്ളതിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു ആഗോള കറൻസിയായി സ്വർണം മാറിയിരിക്കുന്നു. ഹാർഡ് കറൻസിയായി സ്വർണം മാറിയത് കൊണ്ട് സ്വർണത്തിന്റെ വിലയുടെ ഉയർച്ചയുടെ ഒരു പരിധി നിശ്ചയിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് പോകുകയാണ്. $3800 കടന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അത്ഭുതമായി സ്വർണ്ണ വ്യാപാര മേഖലയിൽ അല്ലെങ്കിൽ ആഗോള എക്കണോമിസ്റ്റുകൾ അതൊരു അത്ഭുതമായി കാണുന്നില്ല. സ്വർണത്തിന്റെ പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതൊരു 4000 കടന്ന് വീണ്ടും മുന്നോട്ട് കുതിക്കുമെന്നും $5000 $6000 എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള രീതിയിലാണ് വലിയ സാമ്പത്തിക വിദഗ്ധരെല്ലാം ചൂണ്ടിക്കുന്നത്. കാര്യം നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകമെമ്പാടും ഡോളറിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിന് ബദലായി ആശ്രയിക്കാൻ കഴിയുന്നത് സ്വർണം മാത്രമാണ്. സ്വർണത്തിന്റെ ഫിസിക്കലായ ഡിമാൻഡ് ഒരു പക്ഷേ ചെറുതായിട്ട് കുറഞ്ഞാൽ പോലും സ്വർണ്ണ ഒരു നിക്ഷേപം എന്ന നിലയിൽ അല്ലെങ്കിൽ കറൻസിക്കെതിരായി ഡോളറിനെതിരെ ഒരു കറൻസി എന്ന നിലയിൽ ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറലായ മാറ്റമാണ് സ്വർണ്ണവിലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് സ്വർണ്ണവില മുന്നോട്ട് നയിക്കുന്നത്. സ്വർണ്ണവിലയെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകവും ഇന്ന് ലോകത്ത് സംഭവിക്കുന്നില്ല. എല്ലാ സംഭവവികാസങ്ങളും സ്വർണത്തിന് അനുകൂലമാണ്. പോസിറ്റീവായി സ്വർണ്ണവില മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ പ്രൊഫസർ അനിതകുമാരി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം. എല്ലാ ഭൗമരാഷ്ട്ര സംഘർഷങ്ങളായിരുന്നാലും ട്രംപിന്റെ താരിഫ് ഇഷ്യൂ ആയിരുന്നാലും കൊള്ളാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ, സാമ്പത്തികമായി അവിടുന്ന് അമേരിക്കൻ ഗവൺമെന്റ് കൊടുക്കേണ്ട സാമ്പത്തികമായ പണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള പേരിൽ അമേരിക്കയുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അമേരിക്ക ഗവൺമെന്റ് തന്നെ അടച്ചുപൂട്ടിയ ഒരു സാഹചര്യങ്ങൾ പോലും സ്വർണ്ണവിലയ്ക്ക് വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുകയാണ്. ഇതെല്ലാം ഇത് സ്വർണത്തെ ഒരു സേഫ് ഹെവൻ എന്നുള്ള രീതിയിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ മാറ്റ് കൂട്ടുകയാണ്. അത് സ്വർണ്ണവില ഇവിടെ കൊണ്ട് നിൽക്കുന്ന ലക്ഷണമില്ല. ഏത് വിലയ്ക്കും സ്വർണം വാങ്ങുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും. ഒരു ദിവസം കാത്തു നിന്നാൽ അവർക്ക് വലിയ നഷ്ടങ്ങളാണ് വരുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടി ഏത് വിലയ്ക്കും സ്വർണം വാങ്ങുന്നു എന്നുള്ളതാണ്. ശരിയാണ്. അബ്ദുൽ നാസർ, ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ഇന്ത്യയിലെ സ്വർണ്ണവിലയെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് വലിയ അന്തരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ ഇന്ത്യൻ രൂപയിൽ ഇത്രമാത്രം ഒരു ഇടിവ് നേരിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പ് $84 രൂപയിലേക്ക് നിന്നിരുന്ന രൂപയുടെ വിനിമയ നിരക്ക് ഇപ്പോൾ വളരെ കൂടുതൽ ദുർബലമായി എന്ന് നമ്മൾ പറയുന്നെങ്കിൽ ശരി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപ കൂടുതൽ ദുർബലമാകുന്നത് ഗുണകരമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ $89 പോകുന്നു. സ്വർണ്ണവില വീണ്ടും വളരെ കൂടുതലായി വന്നാൽ രൂപ 100 രൂപയിലേക്ക് വിനിമയ നിരക്ക് മാറും എന്നൊക്കെയുള്ള ഒരു വലിയ പ്രവചനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ സ്വർണ്ണവിലയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഈ പറഞ്ഞതുപോലെ നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് തന്നെയാണ്. 15% നമ്മുടെ ഇറക്കുമതി ചുങ്കത്തിന്റെ നിരക്ക്. അത് 6% വന്നു. എങ്കിൽ പോലും ഇവിടെ രൂപയുടെ വിനിമയ നിരക്ക് വലിയ കൂടുതൽ സ്വാധീനിച്ചത് കൊണ്ടാണ് സ്വർണ്ണവില വലിയ കുതിപ്പിലേക്ക് പോയി. ഇപ്പോൾ 15% ഇറക്കുമതി ചുങ്കമെങ്കിൽ നമ്മൾ ഇപ്പോഴേ 1,00,000 രൂപ കടന്ന് സ്വർണ്ണവില മുന്നോട്ട് പോയാൽ. അപ്പൊ ആ രീതിയിലാണ്. അതുകൊണ്ട് ഈ ഇന്ത്യയിലെ സ്വർണത്തിന്റെ ഡിമാൻഡ് ഒരു തരത്തിലും ബാധിക്കുന്നില്ല, കുറയുന്നില്ല. വളരെ കൂടുതൽ ഇപ്പൊ ഉത്സവ സീസൺ വരികയാണ്, ദീപാവലി. ഏത് നിലയ്ക്കും സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ്. കേരളത്തിൽ മാത്രമല്ല, ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ വലിയ സെയിലാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സ്വർണ്ണവില സമീപഭാവിയിൽ സ്വർണ്ണവില ഇടിയാൻ സാധ്യതയില്ല എന്നുള്ളതാണ് താങ്കളുടെ നിഗമനം? തീർച്ചയായിട്ടും അതിനുള്ള
ഒന്നും കാണുന്നില്ല, ഒരു സൈനും കാണുന്നില്ല സ്വർണ്ണവില കുറയുന്നത്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സൂരജ് നായർ, സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ഓഹരി വിപണിയിൽ ഏത് തരത്തിലാണ് പ്രതിഫലിക്കുന്നത്? ഗുഡ് ഈവനിങ് ശ്രീ ജെയിംസ്. ഈ നമ്മുടെ ഈ സ്വർണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള അസറ്റ് ക്ലാസ് പോലെ അല്ല സ്വർണം. ഇപ്പം നമ്മളൊരു ഓഹരി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനെ വാല്യൂ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് എത്ര ഏർണിങ്സ് കൊണ്ടുവരുന്നു, എത്ര ഡിവിഡൻഡ് കൊണ്ടുവരുന്നു, എത്ര ഇൻട്രസ്റ്റ്, അങ്ങനെ കുറേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാൽ നമ്മളൊരു ബിസിനസ്സിനെ അല്ലെങ്കിൽ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത്. നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന അസറ്റ് ക്ലാസ്സിനെ നോക്കാം. അവിടെയും നമ്മൾ റെൻ്റൽ അല്ലെങ്കിൽ റെൻ്റൽ ഈൽഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിൻ്റെ മുകളിലാണ് നമ്മൾ പലപ്പോഴും ഒരു റിയൽ എസ്റ്റേറ്റിന് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. എന്നാൽ ഗോൾഡ് എന്ന് പറയുന്ന അസറ്റ് ക്ലാസ് ഒരു പ്രത്യേകതര അസറ്റ് ക്ലാസ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ് ആണ്. കാര്യം എന്തുകൊണ്ടെന്നറിയോ, അതിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ബേസിക്കലി പാരാമീറ്റേഴ്സോ ഫണ്ടമെന്റൽസ് ഒന്നുമില്ല, ഡിറൈവ്ഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിലാണ് അത് ശരിക്കും പറഞ്ഞാൽ പെരുമാറുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഗോൾഡിനെ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ഇൻഫ്ലേഷനെ പേടിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് ഗോൾഡിനെ നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗോൾഡിനെ വാല്യൂ ചെയ്യുന്ന മാനദണ്ഡം എന്താ? ഇൻഫ്ലേഷനാണ് മാനദണ്ഡം. രണ്ടാമത് സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ടാണ് നമ്മൾ ഗോൾഡിനെ കാണുന്നത്. അതായത് ക്രൈസിസ് സമയത്തൊക്കെ ഫ്ലൈറ്റ് ടു സേഫ്റ്റി എന്നുള്ള ഒരു ആംഗിളിലാണ് നമ്മൾ ഗോൾഡിനെ കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു വാറോ ക്രൈസിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫോൾട്ടോ ഏതെങ്കിലും രാജ്യത്തിന് വരികയാണെങ്കിൽ അതിൻ്റെ റിലേഷനിലാണ് നമ്മൾ ഗോൾഡിനെ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നതിന് സ്വന്തമായിട്ടൊരു വാല്യുവേഷൻ ഇല്ല, വേറെ പല കാരണങ്ങളാലാണ് ഗോൾഡിനെ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഗോൾഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് ബൈ ചെയ്യുന്നു. എത്രത്തോളം ബൈ ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഗോൾഡ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓൾറെഡി ആക്ട് ചെയ്യുന്ന ഒരു ഗോൾഡ്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഈ വക കാരണങ്ങളും കൊണ്ട് ഗോൾഡിന്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ ഗോൾഡിന്റെ പ്രത്യേകത അൺലൈക്ക് അതർ അസറ്റ് ക്ലാസ്സസ് ഇതിനൊരു സ്വന്തമായിട്ടൊരു ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് വാല്യുവേഷൻ ഇല്ല, മറ്റുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. ആദ്യം ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, നമ്മൾ ഈ ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്ന് പറഞ്ഞ് സാധാരണ വാല്യുവേഷൻ മെത്തേഡിൽ നമ്മൾ ഒരു പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഈ വെൽത്ത് മാനേജ്മെന്റിലൊക്കെ അസറ്റ് അലോക്കേഷൻ എന്ന് പറയും. അതായത് കാലത്തിനനുസരിച്ച് എത്രത്തോളം ഇക്വിറ്റീസിൽ അലോക്കേഷൻ വേണം, എത്രത്തോളം ഗോൾഡ് വേണം. നമ്മൾ ചില സമയത്ത് പറയാറില്ലേ പ്ലെയിൻ ടേംസിൽ, അതായത് ഈ സമയത്ത് ഇക്വിറ്റീസിലാണ് കൂടുതൽ അലോക്കേഷൻ വേണ്ടത്, ഗോൾഡിൽ കുറവ് മതി. അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഗോൾഡിൽ കൂടുതൽ അലോക്കേഷൻ വേണം, ഇക്വിറ്റീസിൽ കുറഞ്ഞ അലോക്കേഷൻ മതി. ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ട്. അതിൻ്റെ പേര് ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്നാണ്. ഇപ്പോൾ ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു 30 ഇയർ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കണ്ടക്സ്റ്റിലാണ് ഞാൻ ഈ പറയണമെന്ന് പറയുന്നത്, ആ റേഷ്യോ 1.04 ആണ് ഒരു 30 ഇയർ മീഡിയൻ വില എന്ന് പറയുന്നത്. അതായത് ആ റേഷ്യോൻ്റെ ആ ഒരു ഫിഗർ എന്ന് ഞാൻ പറയുന്നത്. ഇതിൽ നമുക്ക് ഒരു കാര്യം നോക്കാം. ഈ ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ 0.72, അതായത് 1 എന്ന് പറയുന്ന ബേസ് ലെവലിൻ്റെ താഴെയായിട്ട് 0.7, 0.9 ഒക്കെ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? സെൻസെക്സ് ഈസ് ഓവർ വാല്യൂഡ് ഓർ കോസ്റ്റ്ലി കമ്പയർഡ് ടു ഗോൾഡ് എന്നാണ്. ഇനി 1-ൽ മുകളിലാണ് പോകുന്നതെന്ന് വയ്ക്കുക, സേ 1.3, 1.4, 1.5 ആണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് ഗോൾഡ് ഈസ് കോസ്റ്റ്ലി റിലേറ്റീവ് ടു സെൻസെക്സ്. ഇതാണ് നമ്മൾ പറയുന്ന ഒരു ബേസിക് സ്റ്റാൻഡേർഡ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അസറ്റ് അലോക്കേഷൻ എവിടെ വേണം എന്ന് പറയുന്നത്. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ കടന്നു. സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ഫിഗർ 1.41 to 1.43 ആയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അത് എന്താണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്? ഈതർ ഗോൾഡ് ഈസ് ഓവർ വാല്യൂഡ് ഓർ ഇക്വിറ്റി അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബട്ട് അത് അങ്ങനെ തന്നെ നടക്കണമെന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് ഫിഗർ മാത്രമാണ്. കാരണം ഇപ്പം നമ്മൾ സെൻസെക്സിൻ്റെ ഒരു വാല്യുവേഷൻ തന്നെ സെൻസെക്സിൻ്റെ പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ സെൻസെക്സ് വളരെ ഓവർ വാല്യൂഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ഒരിക്കലും ഗോൾഡ് ഓവർ വാല്യൂഡ് ആണ്, സെൻസെക്സ് അണ്ടർ വാല്യൂഡ് ആണ്, 1.43 ഗോൾഡ് സെൻസെക്സ് റേഷ്യോ വരുമ്പോൾ എന്ന് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ സെൻസെക്സ് ഓൾറെഡി വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ 1.41 പോയി എന്ന് വെച്ചാൽ ഗോൾഡ് അഭൂതപൂർവമായിട്ട് കയറിയെന്നാണ്. അതായത് 2021 മുതൽ ഇന്നേ വരയ്ക്കും 143%. എന്തിന് നമ്മൾ 2025 മാത്രം എടുക്കുകയാണെങ്കിൽ 45 തൊട്ട് 46% വരെ കയറി എന്നാണ്. അപ്പോൾ ഇതൊരു എക്സാക്ട് ഫിഗറായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല.
പണ്ടൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്തിരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ഗോൾഡ് ഓവർ വാല്യൂഡ് ആണെന്നും സെൻസെക്സ് അല്ലെങ്കിൽ ഇക്വിറ്റീസ് അണ്ടർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അസറ്റ് അലോക്കേഷൻ ചെയ്യാമായിരുന്നു. ഹിസ്റ്ററിയും അത് തന്നെയാണ് തെളിയിക്കുന്നത്. ബട്ട് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എസ്പെഷ്യലി ഈ പറയുന്ന പോലെയുള്ള അൺസർട്ടനിറ്റീസ്, ഇപ്പോൾ മാഡം ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് അൺസർട്ടനിറ്റീസ് നമ്മൾ ചുറ്റും ഉണ്ടല്ലോ. അത് കാരണം തന്നെ ഗോൾഡിന്റെ അഭൂതപൂർവമായിട്ടുള്ള ഒരു റൈസ് കാരണമാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നതെന്നും കൂടെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കേണ്ടത്. ശരി, വ്യക്തമാണ്. ശ്രീമതി അനിതകുമാരി, സ്വർണ്ണവിലയിലെ ഈ കുതിച്ചുചാട്ടം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തു മാറ്റമുണ്ടാക്കും? സ്വർണ്ണവില കൂടുന്നു എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാല് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു നികുതിയുടെ ഒരു അംശം കൂടെ ഉണ്ടല്ലോ. ആ ഒരു വശം കൂടെ ഞാൻ പറയുകയാണ്. അതായത് നമുക്കിപ്പോ 30,000 രൂപ സ്വർണ്ണവില ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ടേൺ ഓവറിൽ വലിയ മാറ്റമില്ല, നമുക്ക് ഒന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു 2 ഇരട്ടി കൂടുതൽ ഇപ്പൊ വളർന്നു, ഏകദേശം 87,000 90,000 എത്തി. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ടാക്സ് റവന്യൂ അതിനനുസരിച്ചിട്ട് ഇരട്ടിക്കേണ്ടതാണ്, ഇരട്ടിക്കല്ല 3 ഇരട്ടി ആവേണ്ടതാണ്. പക്ഷേ നമുക്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ടും ബാക്കിയുള്ള ഇതുമായിട്ടൊക്കെ ഉള്ള ആ ഒരു ഇൻഫോർമൽ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാവുന്നത് നമുക്ക് ഗോൾഡിൽ നിന്ന് കിട്ടുന്ന ടാക്സ് വലുതായിട്ട് കൂടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അതിന് ഇപ്പൊ വ്യാപാരികൾക്ക് വേറെ വശങ്ങൾ കാണും. എന്തായാലും നമ്മുടെ ഈ പിന്നെ എന്താ പറയണ്ട, വില കൂടുന്ന അനുസരിച്ചിട്ട് സെയിലിൽ കുറവുണ്ടാവാം, അങ്ങനെയൊക്കെ പല വിവരങ്ങളൊക്കെ പറയാം. പക്ഷെ എങ്കിൽ പോലും ശരിക്കും കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 2011-12 പെർ ക്യാപിറ്റ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ഗിഫ്റ്റ് എന്നൊരു പഠനം നടത്തിയിട്ടുണ്ട്. അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വെച്ച് ഏറ്റവും കൂടുതൽ ഗോൾഡ് കൺസംപ്ഷൻ നടത്തുന്ന, അല്ലെങ്കിൽ 25% മൊത്തത്തിലെ ഇന്ത്യയിലെ കൺസംപ്ഷനിൽ 25% നമ്മുടെ ഈ കേരളത്തിലാണ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വേറൊരു പ്രത്യേകത കൂടെ കേരളത്തിന്റെ കൺസംപ്ഷനിലുണ്ട്. റൂറൽ അർബൻ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ റൂറൽ ഏരിയയിലായിരുന്നു അന്ന് പെർ ക്യാപിറ്റ കൺസംപ്ഷൻ കൂടുതൽ. അത് മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചെറിയ ഒരു പൈസ കയ്യിലുണ്ടെങ്കിൽ അത് കൂട്ടി 1 ഗ്രാം വാങ്ങിക്കുക, ഇപ്പൊ അത് പറ്റില്ല, 2 ഗ്രാം വാങ്ങിക്കുക, അങ്ങനെ കൂട്ടി വെച്ച് എടുക്കുന്ന ഒരു പ്രത്യേകത കേരളത്തിന്റെ ഒരു ജനങ്ങൾക്കുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും മാരേജിന്റെ പർപ്പസിനായാലും മറ്റുള്ള, അതായത് ഇപ്പൊ ഒരു കയ്യിൽ 1 പവന്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ലിക്വിഡിറ്റിയാണ് ഏറ്റവും പ്രധാനം. പോയി നമുക്ക് ബാങ്കിൽ കൊണ്ട് പണയം വെക്കാം, പെട്ടെന്നുള്ള ആവശ്യങ്ങൾ, വിദ്യാഭ്യാസ ആവശ്യമാണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി അതുമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ഹെൽത്തിന്റെ പ്രശ്നമായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള ജനതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്വർണം വാങ്ങുക എന്നുള്ളത്. അപ്പൊ അതിനെ ഒരുപാട് ബാധിക്കും. കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കടക്കണിയിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ഒരു കണക്ക്, അതായത് കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സ്വർണം പണയം വെച്ച സംസ്ഥാനം എന്ന നിലയിൽ കേരളമാണ്. അപ്പൊ അത് കാണിക്കുന്നത് തന്നെ കേരളത്തിന് അന്നേ തന്നെ ഭയങ്കര കടബാധ്യതകൾ ഉണ്ട് ജനങ്ങൾക്ക്. അപ്പൊ അത് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയും കൂടെ വരുമ്പോഴേക്ക് എങ്ങനെ ഒരു മാരേജിന് അവരെങ്ങനെ അഭിമുഖീകരിക്കും, അല്ലെങ്കിൽ സ്വർണത്തിന്റെ GST സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നതല്ലേ? തീർച്ചയായിട്ടും. അതായത് കേരളം ഇപ്പൊ നമ്മൾ GST വന്നപ്പോ സ്വർണത്തിന് 3% റേറ്റ്, അതില് 1.5% SC/ST ആയിട്ട് നമുക്ക് കിട്ടും, മറ്റത് സെന്ററിന് പോകുന്നതാണ്. അപ്പൊ ഈ 1.5% എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂവില്, ഞാൻ നേരത്തെ പറഞ്ഞു 30,000 ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നതിൽ നിന്ന് 3 ഇരട്ടി വർദ്ധിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള വർധനമൊന്നും സ്വർണത്തിന്റെ ഇതിൽ കാണുന്നില്ല എന്നതാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് കിട്ടുന്ന ഒരു വിവരം. അപ്പൊ അത് തീർച്ചയായിട്ടും അതിൽ പല ഘടകങ്ങൾ ഉണ്ടാവാം. ഇൻഫ്ലേഷൻ ആവാം ചിലപ്പോ, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിലോട്ട് സ്വർണം ഷിഫ്റ്റ് ചെയ്യുന്നതാവാം, അങ്ങനെ പല ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അബ്ദുൾ നാസർ, ഈ വില ഉയർന്നു നിൽക്കുന്നത് ഉത്സവകാലത്തെ അല്ലെങ്കിൽ വിവാഹ സീസണുകളിലെ വാങ്ങലുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ട്. എങ്കിലും ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് പ്രൊഫസർ അനിതകുമാരി പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. GST പോലുള്ള കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർണ്ണവില കൂടുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ കൈവശം 2000 ടണ്ണിൽ കൂടുതൽ സ്വർണം കൈവശമുണ്ട്. ഈ സ്വർണത്തിന്റെ വില കൂടുമ്പം അവരുടെ കൈകളിലിരിക്കുന്ന സ്വർണത്തിന്റെയും വില കൂടുകയാണ്. അല്ലാതെ ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന സ്വർണത്തിന് വില കൂടുന്നില്ല എന്നല്ല, ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന സ്വർണത്തിനും വില കൂടുകയാണ്. അത് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ആണ് സ്വർണ്ണവില കൂടുന്നതനുസരിച്ച്. അതോടൊപ്പം എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ള, സ്വർണത്തിന്റെ വില
ഈ 1.5% GST കേരളത്തിന് കിട്ടുമെന്ന് പറഞ്ഞു. 30,000 രൂപ ഉള്ളപ്പോഴുള്ള എമൗണ്ട് ഒന്നും അല്ല ഇപ്പോഴത്തെ ടാക്സ്. അപ്പൊ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഫസർ എന്ന നിലയിൽ ഞാൻ പല ചർച്ചകളിലും പങ്കെടുക്കുകയും അവിടെ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി അനുസരിച്ച് ഞാൻ കഴിഞ്ഞ 2022 ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് 1,01,106 ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ്, സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. അതിന്റെ ആനുപാതികമായ നികുതി 1.5% കേരളത്തിനും 1.5% കേന്ദ്രത്തിനും പകുത്തു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾ 50% സ്റ്റോക്ക് വാങ്ങിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ അവിടെ നമ്മൾ ടാക്സ് പേ ചെയ്യുകയും ഇവിടെ ഇൻപുട്ട് എടുക്കുകയും മാത്രമാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഞാൻ ഗവൺമെന്റ് 2022 ശേഷം ഒരുപാട് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്റെ പരിധിയിൽ വരുന്ന വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മറുപടി കിട്ടുന്നില്ല. കമ്മ്യൂണിറ്റി വൈസ് മാപ്പിംഗ് ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തിരസ്കരിക്കുന്നത്. നമുക്ക് വാറ്റ് നികുതിക്കുള്ള കാലഘട്ടത്തിൽ പോലും ഇത് ലഭ്യമാകുന്നുണ്ടായിരുന്നു. എത്ര ടേൺ ഓവർ എത്രയാണ്, എത്ര നികുതി നൽകുന്നു എന്നുള്ള കൃത്യമായ കണക്ക് വാറ്റ് കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴ് GST വന്നതിന് ശേഷം 2022 വരെ എനിക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് കമ്മോഡിറ്റി വൈസ് മാപ്പിംഗ് ലഭ്യമല്ല. ഇത് നമ്മുടെ ടെക്നോളജി ഇത്രമാത്രം അഡ്വാൻസ് ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സ്വർണത്തിന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന് എങ്ങനെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നും നികുതി വരുമാനം കുറവാണ് എന്ന് പറയുവാൻ കഴിയും? ഞാനത് ഈ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്വർണ്ണവിലയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണവില ഉയരുകയാണ്. ആ സ്വർണ്ണവില ഉയരുന്നതിനനുസരിച്ച് ജനങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിന്റെയും വില ഉയരുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് 30,000-ഓളം ടൺ സ്വർണം കൈവശമുള്ളതാണ് പറയപ്പെടുന്നത്. അതിന്റെ ഒരു വലിയൊരു ഭാഗം കേരളത്തിലെ ജനങ്ങളുടെ കൈവശമാണ്. അതുകൊണ്ട് സ്വർണ്ണവില ഉയരുന്നു, അത് സ്വാഭാവികമായി ഗുണം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവാഹ സീസണിൽ പർച്ചേസ് പവർ സ്വാഭാവികമായി കുറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച അതേ സ്വർണം തന്നെയാണ് ഈ വർഷവും 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 10 പവൻ കിട്ടിയെങ്കിൽ ഇത്തവണ 8 പവനേ കിട്ടുന്നുള്ളൂ. പക്ഷെ ക്വാണ്ടിറ്റിയിൽ കുറവ് വരുന്നു. പക്ഷെ എമൗണ്ട് വൈസിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും സ്വർണം വാങ്ങലിന് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങുന്നവർ നിക്ഷേപമായിട്ടാണോ അതിനെ കണക്കാക്കുന്നത്? സ്വർണ്ണ ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല, നിക്ഷേപത്തിന് എക്കാലത്തേക്കുള്ള ഒരു നിക്ഷേപം കൂടിയാണ്. 6 വർഷത്തിന് മുമ്പ് അന്താരാഷ്ട്ര സ്വർണ്ണവില $1,367 ആയിരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും അതിലേക്ക് എത്തിയിട്ടില്ല ഡോളർ വില. അതനുസരിച്ച് വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 നമ്മൾ 5,250 രൂപയായിരുന്നു സ്വർണ്ണവില. ഇപ്പോൾ അതിന്റെ ഇരട്ടിയാണ് സ്വർണ്ണവില. 5,250 അതിന്റെ ഇരട്ടിയിലേക്ക് സ്വർണ്ണവില പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു രീതിയിലുള്ള കുറവും സ്വർണത്തിന് വരാത്തടത്തോളം കാലം ഇത് സ്വർണം സുരക്ഷിത നിക്ഷേപമായി പോകുന്നു. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വർണം കൈവശം വെക്കുക എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ കാരണമാണ്. സ്വർണം കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യത്തിനും ഉപയോഗിക്കാൻ കഴിയൂ. പണ്ട് ആരൊക്കെയോ പറഞ്ഞതുപോലെ പണ്ട് വിവാഹത്തിനും ആശുപത്രി ചെലവുകൾക്കും വേണ്ടി മാത്രം കരുതി വെക്കുന്നതാണ്. അതല്ല, എക്കാലത്തെ തലമുറകളായി സമ്പാദ്യം കിട്ടിയിട്ടുള്ള കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. അത് തുടരുക തന്നെയാണ്. തുടരുന്നതിന് കേരളത്തിലെ സമൂഹം സ്വർണത്തോടുള്ള അഭിനിവേശം ഒരിക്കലും കുറയുന്നില്ല. ഏത് വിലയ്ക്കും വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വർണം വാങ്ങിച്ചാൽ അന്ന് തന്നെ പണിക്കൂലി കുറച്ചിട്ടേ വിൽക്കാൻ പറ്റുകയുള്ളൂ. ആ തരത്തിൽ ഒരു നിക്ഷേപം എന്ന രീതിയിലാണോ സ്വർണത്തെ കണക്കാക്കുന്നത്? പണിക്കൂലി എന്ന് പറയുന്നത് സ്വർണത്തിന് മാത്രമേ ഉള്ളൂ. അന്ന് കല്യാണത്തിന് സ്വർണത്തിന് 25 പവൻ സ്വർണം വാങ്ങിച്ചെന്നിരിക്കും. ആ 25 പവൻ സ്വർണം ഈ വർഷം കല്യാണം നടന്ന അടുത്ത വർഷം കൊടുത്താൽ അതിന്റെ ഒരു 40 ഇരട്ടിയും കൂടെ 40% കൂടെ അധികം വില കിട്ടും. അന്ന് വാങ്ങിച്ച മറ്റൊരു സാധനത്തിനും ഇത് കിട്ടത്തില്ല. 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ കൊടുത്ത് സാരി വാങ്ങിച്ചു കൊടുത്താല് പിറ്റേ ദിവസം കൊണ്ടു കൊടുത്താൽ 1 രൂപ പോലും തിരിച്ചു കിട്ടത്തില്ല. ഏത് സാധനത്തിനും പണിക്കൂലി കൊടുക്കണം. പണിക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടൂ. സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് കേരളത്തിൽ സ്വർണ്ണാഭരണ ശാലകൾ സ്വർണം വിൽക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സൂരജ് നായർ, അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ?
പ്രധാന ഓഹരി സൂചികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു അവസരത്തിൽ സ്വർണത്തെ ഒരു നല്ല നിക്ഷേപമായി കണക്കാക്കാൻ കഴിയുമോ? ശ്രീ ജെയിംസ്, ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഗസ്റ്റ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇത്രയും നാളത്തെ ഹിസ്റ്ററി നമ്മളെ സൂചിപ്പിക്കുന്നത് സ്വർണം കൊണ്ട് നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഫിഗർ നമുക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്നുള്ള. ഇപ്പം നമ്മൾ ഒരു കാര്യം തന്നെ പറയണം, ഇപ്പം നമ്മളും ഇപ്പോൾ US-ലും നമ്മുടെ ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ RBI ആണ് ഈ പറയുന്ന പോലെ ഗോൾഡിനെ മാനേജ് ചെയ്യുന്നത്. എന്നാൽ US-ൽ അങ്ങനെയല്ല. US-ൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ട്രഷറിയാണ്, അതായത് ഗവൺമെൻറ് ആണ്. അതായത് 1934 വരെ US-ലെ ഗോൾഡ് സൂക്ഷിച്ചിരുന്നത് ഈ പറയുന്ന പോലെ ഫെഡ് റിസർവ്സിലും അതാത് ബാങ്കുകളിലുമാണ്. 34-ന് ശേഷം ഇത് ട്രാൻസ്ഫർ ചെയ്ത് ഇതിൻ്റെ ഓണർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ US ട്രഷറി അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് ഗവൺമെൻറ് അത് കീപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള റെസീപ്റ്റ്സ്, സർട്ടിഫിക്കറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫെഡിലേക്ക് കൊടുക്കുന്നത്, അതായത് US ഫെഡിലേക്ക് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ RBIയുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ഗോൾഡ് കാണിക്കുന്നത്. എന്നാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ് ആയിട്ടും ഫെഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റുമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്ന റിപ്പോർട്ട് എന്താണെന്നറിയോ? നമുക്ക് കഴിഞ്ഞ ആഴ്ച US-ൻ്റെ ഗോൾഡ് റിസർവിൻ്റെ വാല്യുവേഷൻ $1 ട്രില്യൺ കടന്നു എന്നുള്ള. ഈ $1 ട്രില്യൺ എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് $12 ബില്യൺ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ 1973 ബ്രെൻടൺ വുഡ്സ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പേ, അതായത് ബ്രെൻടൺ വുഡ് എഗ്രിമെന്റിലാണല്ലോ ഗോൾഡും US ഡോളേഴ്സും തമ്മിലുള്ള പെഗിങ് മാറ്റിയത്. അന്ന് കോൺഗ്രസ് ഫിക്സ് ചെയ്ത റേറ്റ് ഗോൾഡ് വാല്യുവേഷന് വേണ്ടി അമേരിക്കയ്ക്ക് വച്ചത് $42.22 പെർ ഔൺസ് ആണ്, ട്രോയ് ഔൺസിന്. ആ വാല്യുവേഷനിലാണ് ഇന്നത്തെ ഗോൾഡ് റിസർവ് വാല്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ US-ന്റെ ഗോൾഡ് റിസർവ് $12 ബില്യൺ ആണ് കാണിക്കുന്നത്. എന്നാൽ അതിൻ്റെ ശരിക്കുമുള്ള വാല്യൂ $1 ട്രില്യൺ ആയി എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് അടുത്ത ആഴ്ച കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ US ഡോളേഴ്സിനോടുള്ള വിശ്വാസം കുറവായത് കാരണമാണ് ഈ പറയുന്ന പോലെ എന്താ പറയുക ഗോൾഡ് കയറുന്നതെന്ന് പറയുന്നത് ഒരു ആംഗിളിൽ ശരിയാണ്, മറ്റൊരു ആംഗിളിൽ അത് ശരിയല്ല എന്ന് പറയാൻ കാര്യം നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ നോമിനൽ GDP സൈസ് തന്നെ $4 ട്രില്യൺ ആണ്. $1 ട്രില്യൺ ഗോൾഡ് അമേരിക്കൻ റിസർവ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. അതിന്ന് വിറ്റ് കഴിഞ്ഞാൽ അമേരിക്കയുടെ എത്തൂരം കടം തീർക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പക്ഷെ അവർ ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ രീതിയിൽ അവരതിനെ യൂസ് ചെയ്യുന്നില്ല എന്നുകൊണ്ട് മാത്രമാണ് അതിനെ അങ്ങനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ നമുക്ക് ഗുണം ചെയ്തേക്കില്ല. ഒരു കാര്യം, ഈ ഗോൾഡിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് നാളെ ഇപ്പോൾ ഈ പറയുന്ന പോലെ വേൾഡിലെ ക്രൈസിസ് ഒക്കെ തീർന്നു, US എക്കണോമി സ്റ്റേബിളായി, റിസഷൻ ഇല്ല, വാറുകളെല്ലാം തീർന്നു എന്നുണ്ടെങ്കിൽ ഗോൾഡ് എങ്ങനെ പെരുമാറും? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഗോൾഡിന് സ്വന്തമായിട്ടൊരു വാല്യുവേഷൻ ഇല്ല. ഗോൾഡിനെ നമ്മൾ മറ്റുള്ള സാധനങ്ങളായിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പം മറ്റുള്ള സാധനങ്ങൾ ആ നമ്മുടെ എന്താ പറയുക ആ ഹെഡ്വിൻസ് മാറുകയാണെങ്കിൽ ഗോൾഡ് എങ്ങനെ പെരുമാറും എന്നുള്ളത് ഇവിടുന്ന് താഴെപ്പോണം നിർബന്ധമില്ല, പക്ഷെ കയറിയില്ല എന്ന് വരാം. ശ്രീ സൂരജ് നായർ, ഗോൾഡിനെ ഒരു നിക്ഷേപമായി താങ്കൾ സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നമ്മുടെ ഹിസ്റ്ററി നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ വി വുഡ് ഹാവ് ലോസ്റ്റ് ലോട്ട് ഓഫ് മണി. ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഒക്ടോബർ 2024 മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്സിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത് സെൻസെക്സ്, നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്ത് ഗോൾഡാണ്. ബട്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ അത് ഗോൾഡിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ബട്ട് ഇവിടെ നമ്മൾ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളത് വൺസ് ചോയ്സ് ആണ്. ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫേ, അദ്ദേഹം ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സൺ ഗ്ലോബലിയും കൂടെയാണ്. അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന പോലെ ഗോൾഡിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ഗോൾഡും കൂടെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ 67 ഫീറ്റിന്റെ ഒരു ക്യൂബ് ഉണ്ടാവും. അതിനെ വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ US-ലെ എൻറ്റയർ ഫാം ലാൻഡ്സും അഗ്രികൾച്ചർ ലാൻഡ്സും മേടിക്കാം, 10 എക്സോൺ മൊബിൽ എന്ന് പറയുന്ന ഓയിൽ കമ്പനിയെ മേടിക്കാം. അത് കഴിഞ്ഞ് $1 ട്രില്യൺ ഓഫ് മണി അടിച്ചു പൊളിക്കാൻ ഉണ്ടാവും. അതുകൊണ്ട് ഗോൾഡ് യൂസ്ലെസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് അതൊരു ഡിസ്ക്ലൈമർ മാത്രമാണ്. ബട്ട് അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഹിസ്റ്ററി കാണിച്ചിരിക്കുന്നത് ഗോൾഡ് പെർഫോം ചെയ്തു. ശ്രീ അബ്ദുൽ നാസർ, സ്വർണത്തിൻ്റെ ഈ കുതിപ്പ് തുടരും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. ഇത് ചെറുകിട പരമ്പരാഗത വ്യവസായികളെ സ്വർണ്ണ വ്യാപാരികളെ ഏത് തരത്തിൽ സ്വാധീനിക്കും? സ്വർണം വില കൂടുന്നത് സ്വാഭാവികമായി കച്ചവടത്തില് ഒരു ചെറിയ കച്ചവട തോത് കുറച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ശരി തന്നെയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ്. 1 പവൻ സ്വർണം 2 വർഷത്തിന് മുമ്പ് വാങ്ങിച്ച ആൾക്ക് 1 ഗ്രാം സ്വർണ്ണമേ വാങ്ങിക്കാൻ നോക്കുന്നു. അപ്പൊ അത് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് ബൈയിങ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അത് ഫിസിക്കലായി വാങ്ങിക്കുമ്പോഴാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണ വ്യാപാരം കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്ന അതേ എമൗണ്ടിൽ തന്നെ ഈ വർഷവും വാങ്ങിക്കുകയാണ്. അപ്പൊ സ്വർണത്തിന് വിവാഹം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ വിവാഹ സീസണാണ്. സ്വർണമില്ലാതെ ഒരു പെൺകുട്ടിയെയും വിവാഹം ചെയ്ത് അയച്ചു കൊടുക്കുന്നില്ല കേരളത്തിലെ സമൂഹം. അത് നമ്മുടെ ഒരു ഒരിക്കലും മങ്ങാത്ത ഒരു പ്രഭയായി അവര് കൊടുക്കുന്നത് സ്വർണമാണ്. കല്യാണ ചെലവുകളുടെ സിംഹഭാവം സ്വർണത്തിനാണ്. ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് കല്യാണ ചെലവായിട്ട് മാത്രമേ കൂടുന്നുള്ളൂ. പക്ഷെ അസറ്റായി സൂക്ഷിച്ചു വെക്കുന്നതും സ്വർണത്തിന് പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി വിടാനും ഒക്കെ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് സ്വർണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സ്വർണത്തിന്റെ ഒരു കച്ചവടമൊന്നും കേരളത്തിൽ കുറഞ്ഞിട്ടില്ല. ക്രമാതീതമായി വില വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായ ഒരു ചെറിയ കുറവ് മാത്രമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 12,000-ഓളം സ്വർണ്ണ വ്യാപാരികളുണ്ട്. ഇവിടെ എല്ലാവർക്കും വ്യാപാരമൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ തോത് കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് കുറയുന്നുണ്ട്. അതനുസരിച്ച് ചെറിയ കച്ചവടക്കാർക്ക് കുറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ. വരും മാസങ്ങളിൽ തുടർന്ന് വരുന്ന മാസങ്ങളിൽ സ്വർണ്ണ വിപണി എങ്ങനെ വികസിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? സ്വർണം വിൽപ്പന നടക്കുകയല്ലയോ രാജ്യമെമ്പാടും. ഇപ്പം ഏറ്റവും വലിയ ഉത്തരേന്ത്യ, കേരളത്തിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ദീപാവലി ആഘോഷം വരികയാണ്. ഇന്ത്യ എമ്പാടും ഏറ്റവും കൂടുതൽ സെന്റ് നടക്കുന്ന ഒരു സമയമാണിത്. ഏറ്റവും വലിയ സെന്റ് നടക്കുന്ന സമയമാണിത്. എല്ലാവരും സ്വർണം വാങ്ങിക്കുകയാണ്. ആരും വാങ്ങിക്കാതിരിക്കുന്നില്ല. അതുകൊണ്ട് സ്വർണത്തിന്റെ ക്വാണ്ടിറ്റി കുറച്ച് വാങ്ങിക്കുന്നു എന്നുള്ളത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ സ്വർണത്തിന്റെ വിലക്കുറവൊന്നും വരുന്നില്ല. നിങ്ങളെല്ലാം ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ സ്വർണ്ണക്കടകളിലൊക്കെ ആളുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കാണുമ്പോൾ മനസ്സിലാവും. കാര്യം സ്വർണം വാങ്ങിച്ചേ. പിന്നെ ഒരു കൗണ്ടർ സെയിൽ നടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കൗണ്ടർ സെയിൽ എന്ന് പറയുന്നത് ഇപ്പൊ സ്വർണം അത്യാവശ്യക്കാർ വാങ്ങിക്കുന്നു. സ്വർണം ഈ ബാറായിട്ടും കോയിനായിട്ടും ഒക്കെ വാങ്ങിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് കേരളത്തിലുണ്ട്. അതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് സമ്പത്തുള്ളവർ വരുന്നുണ്ട്. സാധാരണക്കാരുടെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും ഇന്ത്യയും ചൈനയിലും മാത്രമാണ് കൂടുതൽ ആൾക്കാർ ഫിസിക്കലായി സ്വർണം വാങ്ങിക്കുന്നത്. യൂറോപ്യൻ കൺട്രി, അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിലുള്ള മുഴുവൻ ആൾക്കാരും ഫിസിക്കലായി സ്വർണം വാങ്ങിക്കുന്നില്ല, ഓൺലൈൻ ട്രേഡിംഗ് നടത്തുകയാണ്. ഈ ഓൺലൈൻ ട്രേഡിംഗ് നമ്മുടെ രാജ്യത്ത് വന്നതിന് ശേഷം ക്രമാതീതമായ വിലവർദ്ധനമാണ് ഉണ്ടായത്. 1 കിലോ സ്വർണം ഇന്ന് വാങ്ങിക്കണമെങ്കിൽ 1.25 കോടി രൂപ കൊടുക്കണം. പക്ഷെ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്നതിന് അതിന്റെ 10% കൊടുത്താൽ മതി. ലാഭം ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതിങ്ങനെ ഏത് വിലയ്ക്കും ആളുകൾ വാങ്ങിക്കുന്നു. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമ്പോൾ ഒരു ചെറിയ ടിപ്പ് വന്നാൽ പോലും വീണ്ടും ആളുകൾ വാങ്ങിക്കാൻ തയ്യാറാകുന്നത് ഓൺലൈൻ ട്രേഡിംഗിന്റെ ഒരു വലിയ ഒരു സാമ്പത്തികമായ ഒരു നേട്ടത്തിന്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്തെ ആൾക്കാർ കുറേശ്ശേ അതിലേക്ക് വരുന്നുള്ളൂ. ശരി, വ്യക്തമാണ്. ശ്രീമതി അനിതകുമാരി, ഈ പ്രധാന കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് കുറയ്ക്കുന്നതും സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടവും തമ്മിൽ ബന്ധമുണ്ടോ? സ്വർണ്ണവിലയുടെ കുതിപ്പ് നമുക്ക് നേരത്തെ സൂരജ് നായർ പറഞ്ഞ പോലെ ഒരു ഘടകത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്കുള്ളത്, കാരണം സ്വർണം വാങ്ങുന്നത് നിക്ഷേപമാണോ അതോ വെറും ഒരു അസറ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ശരിക്കും ഒരു സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു സ്വർണം വാങ്ങുന്നു എന്ന് പറയുന്നത് എക്കോണമിയിൽ വലിയ ചലനം ഉണ്ടാക്കത്തില്ല. കാരണം അത് റീഇൻവെസ്റ്റ്മെന്റിന് വരുന്നില്ല. അവർ വാങ്ങുന്നു, വീട്ടിൽ വെക്കുന്നു, പിന്നെ അവരുടെ ഒരു അസറ്റ് പൊസിഷനിൽ ഇൻക്രീസ് ഉണ്ട്. അല്ലാതെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിന്റെ ഒരു നേട്ടം ഒരു ഇക്കോണമിയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനേ പറ്റില്ല. അതേസമയം ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ സ്വർണം അതിന്റെ ബോണ്ടായിട്ട് വാങ്ങിക്കുന്നുണ്ട്, അതുപോലെ സിപ്പായിട്ട് വാങ്ങിക്കുന്നുണ്ട്, മൾട്ടി അസറ്റ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ വരുന്നത് ശരിക്കും എക്കോണമിയിൽ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കും. കാരണം അതിന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്കുകൾ പലിശ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ അട്രാക്റ്റീവ് ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വർണ്ണ ബോണ്ടിലോ അല്ലെങ്കിൽ സിപ്പിലോ ഒക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇക്കോണമിയിൽ ഒരു മാക്രോ ഇക്കണോമിക് ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കും. അത് ഒരു നല്ല കാര്യമായിട്ട് വേണം നമുക്ക് കരുതാനായിട്ട്. അപ്പോ ഇൻഫ്ലേഷൻ
കൂടുന്ന സാഹചര്യത്തിലും ജനങ്ങൾ ഇതൊരു സുരക്ഷാ നിക്ഷേപമായിട്ട് കൂടുതൽ വാങ്ങിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽസ് ആയാലും അല്ലാതെയുള്ള ആൾക്കാരാണെങ്കിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഇപ്പൊ സിപ്പ് വഴിയും അതുപോലെ തന്നെ ചെറിയ ഇപ്പം നേരത്തെ അബ്ദുൽ നാസർ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഡെയിലി ഓൺലൈൻ ട്രേഡിങ്ങും ഒക്കെ ആയിട്ടൊക്കെ ആൾക്കാർ സ്വർണത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഇത് ഒരു നല്ല കാര്യമായിട്ട് വേണം നമുക്ക് കരുതാനായിട്ട്. അല്ലാതെ വെറുതെ ഹോർഡിങ് പോലെ സ്വർണം വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നത് അത്ര വലിയ ഒരു നേട്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല. വ്യക്തമാണ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ സൂരജ് നായർ, ഈ വർഷം അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $4000 വരെ ആകുമെന്നാണ് പ്രവചനങ്ങൾ. അങ്ങനെയാണെങ്കിൽ പോർട്ട്ഫോളിയോ വിഹിതത്തിൽ എന്തു മാറ്റം വരുത്തണം? ശ്രീ ജെയിംസ്, നമ്മൾ സാധാരണ ഈ ഇൻവെസ്റ്റിംഗ് പാർലൻസിൽ നമ്മൾ സ്റ്റോക്ക് ആയാലും ശരി, ഗോൾഡ് ആയാലും ശരി, എന്തൊരു അസറ്റ് ക്ലാസ് ആണെങ്കിലും ശരി, നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇക്വിറ്റീസിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സെബി ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷേ ഗോൾഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് പറയുമ്പോൾ നമുക്ക് എന്ത് വിലയും പറയാം. കാര്യം അതിൽ എന്തെങ്കിലും കറക്ഷൻ വന്നാൽ പോലും നമ്മളെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഇൻവെസ്റ്റിംഗ് ടേംസിൽ പറയുന്നത്, ഇഫ് സംബഡി ഈസ് ഫോർകാസ്റ്റിംഗ് സംതിങ്, ദാറ്റ് മീൻസ് ഹി ഈസ് എയ്തർ എ ഫൂൾ ഓർ ഹി ഈസ് ലക്കി ഓർ ഹീസ് എ ലയർ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ മാത്രമാണ് പറയുന്നത്. US-ന്റെ കാര്യം നമുക്ക്, അല്ലെങ്കിൽ ഗ്ലോബൽ പ്രൈസസ് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പം ഇന്ത്യയിൽ ഗോൾഡിന് മാത്രം ഒരു സെറ്റ് ഓഫ് പോപ്പുലേഷൻ, സ്റ്റോക്സിന് മാത്രം വേറെ സെറ്റ് ഓഫ് പോപ്പുലേഷൻ, റിയൽ എസ്റ്റേറ്റിൽ മാത്രം വേറെ സെറ്റ് ഓഫ് പോപ്പുലേഷൻ കാര്യങ്ങൾ മേടിക്കുന്നു എന്ന് വിചാരിക്കരുത്. ഇക്വിറ്റീസിൽ നിന്ന് നമുക്കറിയാം, ഒക്ടോബർ 2024 മുതൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അണ്ടർ പെർഫോമിംഗ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്ത്യയിൽ ഗോൾഡ് നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കയറിയിട്ടുണ്ട്. അതായത് നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ആൾക്കാർ തിരിച്ചെടുത്തിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണമാണ് ഗോൾഡ് നന്നായി കയറിയതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഗോൾഡ് ഓവർ വാല്യുവേഷൻ കാറ്റഗറിയിലേക്ക് പോവുകയാണ് കമ്പയർഡ് ടു ദ ചീപ്പർ വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റീസ് എന്ന് ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതേ പൈസ റിവേഴ്സ് ആയിട്ട് പോകില്ലേ? ഗോൾഡ് വിറ്റിട്ട് തിരിച്ചത് ഇക്വിറ്റി മാർക്കറ്റ്സിലേക്ക് പോകുമല്ലോ. അപ്പൊ പൈസ അവിടെ ഒരു വിൽപ്പന നടക്കുമ്പോൾ ഗോൾഡ് താഴെ പോകാൻ പറ്റില്ല എന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ഗോൾഡ് പ്രൈസ് നോക്കുമ്പോൾ, നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കും പോലെ ഇന്ത്യയിൽ ഗോൾഡിനെ കാണരുത്. കാര്യം നമ്മൾ ചിലപ്പോൾ US-ലാണ് നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും തന്നെ അപ്രീസിയേഷൻ കിട്ടണമെന്നില്ല. കാര്യം ഇന്ത്യയിൽ 2 ബെനിഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഗോൾഡിന്റെ പ്രൈസ് റൈസും മാത്രമല്ല, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് ഡോളർ അപ്രീഷിയേറ്റ് ചെയ്തതിന്റെ പ്രൈസും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫാക്ടർ കൂടെ പോവുകയാണ്. അതായത് ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് താഴെ വന്നേക്കാം. ഇക്വിറ്റീസിലേക്ക് പൈസ ഗോൾഡിൽ നിന്ന് തിരിച്ചു പോവുകയാണെങ്കിലും ഗോൾഡിന് ചെറിയ എന്താ പറയുക, ഒരു ഇടിവ് വന്നേക്കാം. വരണമെന്നില്ല, വന്നു കൂടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു കാര്യം മാത്രം ഞാൻ മാഡം പറഞ്ഞതോട് ഞാനും വീണ്ടും യോജിക്കുന്നു, ഗോൾഡിന് സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ഇല്ല. മറ്റുള്ള ഫാക്ടേഴ്സ് ആണ് ഗോൾഡിന്റെ പ്രൈസസിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ള പ്രൈസസ് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾഡിനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ നിലവിടെയാണ്, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. സ്വർണ്ണവിലയിലെ വർധനവിന് പരസ്പര ബന്ധിതമായ നിരവധി ഘടകങ്ങളാണ് കാരണമെന്നത് വ്യക്തമാണ്. തുടർച്ചയായ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും പണപ്പെരുപ്പവും സ്വർണത്തെ ആകർഷകമായ ഒരു സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റി എന്നത് യാഥാർത്ഥ്യമാണ്. ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഈ കുതിച്ചുചാട്ടം വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർണ്ണവില കുറയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്തവർ സൂചിപ്പിക്കുന്നത്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ അനിതകുമാരി, അബ്ദുൾ നാസർ, സൂരജ് നായർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.